വൈകുന്നേരമായപ്പോൾ ഞാനും പ്രഭയും കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് പോയതാണ്. ഞാൻ ഒരു പേഴ്സണൽ ആവശ്യത്തിനായിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴി ഞാനും മോളോടും ആൻറ്റീൻ്റെ അടുത്തും റെഡി ആയിട്ട് നിൽക്കാൻ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ അവരതാ റെഡി ആയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി നമ്മുടെ എന്താ ഫുഡ് കഴിക്കേണ്ടതെന്നുള്ള തീരുമാനത്തിലാണ് കേട്ടോ ഈ ഒരു സമയം. അപ്പോൾ ഇവർക്കൊക്കെ എന്താ വടയും അതൊക്കെ മതി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സുപ്രഭാതത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു, വെജിറ്റേറിയൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനും ആൻറ്റിയും നല്ല കഥയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ബ്ലോക്കാണ് കേട്ടോ. എന്നാലും നമ്മൾ ഒരു കണക്കിന് ഇവിടെ എത്തി. അങ്ങനെ നമ്മൾ ഓർഡറൊക്കെ ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഫുഡിന് വേണ്ടിയിട്ട്. ഈ ദിവസങ്ങളിൽ ശരിക്കും നമ്മൾ ഇറങ്ങാത്തതാണ് കേട്ടോ ബെറ്റർ. പക്ഷേ ആരായാലും ഇറങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സൺഡേ കിട്ടുമ്പോൾ നമ്മളെന്തായാലും ഒന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുമല്ലോ. പക്ഷേ നമ്മൾ ബീച്ച് സൈഡ് ഒഴിവാക്കുന്നതാണ് എപ്പോഴും ബെറ്ററെന്ന് ഞങ്ങൾക്ക് ഇറങ്ങിക്കഴിയുമ്പോഴാണ് പലപ്പോഴും തോന്നാറ്. പക്ഷേ വീണ്ടും നമ്മൾ അവിടെ തന്നെ എത്തും കേട്ടോ. അങ്ങനെ നമ്മുടെ ഐറ്റംസൊക്കെ എത്തിയിട്ടുണ്ട്. ഞാനുമോൾ പൊടി ഇഡ്ഡലിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ സേവ് പൂരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആൻറ്റി നല്ല വടയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ നമ്മളെല്ലാവരും കൂടി ട്രൈ ചെയ്യാണ്. പിന്നെ വട നല്ല മുരിഞ്ഞ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൊടി ഇഡ്ഡലിയും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ബട്ടൂരയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ കുറച്ച് സമയം കഴിച്ച് കഴിഞ്ഞപ്പോൾ ആ ഇഡ്ഡലി അവൾക്ക് മടുത്തു കേട്ടോ. അപ്പോൾ അതിന് ഞങ്ങളിങ്ങനെ ചീത്ത പറയുകയാണ്. പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ അവൾക്ക് എന്താണെന്നറിയില്ല, അവൾ സാധാരണ ഇഡ്ഡലിയാണ് ഉദ്ദേശിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെ ചായയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വട വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനും ഈ കരയുന്നത് കേട്ടോ. ഇഡ്ഡലീൻ്റെ കൂടെ ഒരു വട ഉണ്ടായിരുന്നു, പക്ഷെ അവൾക്കൊരു വടയും കൂടി വേണമെന്ന് പറഞ്ഞിട്ടാണ് വാശി പിടിക്കുന്നത്. അപ്പോൾ പ്രഭി ഇങ്ങനെ പറഞ്ഞു, ഇഡ്ഡലി വാങ്ങിച്ചിട്ട് അത് ഫുള്ള് കഴിക്കാൻ പറഞ്ഞു, എന്നാലേ വട വാങ്ങിത്തരൂ എന്നൊക്കെ പറഞ്ഞതിനാണ് അവളുള്ളൊരു സങ്കടവും കാര്യങ്ങളൊക്കെ. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ എല്ലാം ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് പോയിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ബായ്.